അല്ല, ഇന്ന് അല്പം മുമ്പ് കേൾക്കാനിടയായ വാർത്ത പൊതുവെ കർഷക സമൂഹത്തിൻ്റെ മനസ്സിലുള്ള ആശങ്ക വർദ്ധിപ്പിക്കാൻ സഹായിച്ചൊരു വാർത്തയാണ്. അത് അവരെ മാത്രമല്ല, ഗവൺമെൻറ്റിനെയും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഗവൺമെൻറ്റിന് സുഖകരമായൊരു കാര്യമല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിനും ആ കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ കൃഷി നോക്കാൻ വേണ്ടി വയലിലേക്ക് പോയ ശ്രീധരൻ എന്ന് പറയുന്ന വള്ളിയായിക്കാരനാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരണപ്പെട്ടതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ സ്ഥലം MLA-യുമായി സംസാരിച്ചു. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്, സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോടും അവിടെ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം സാധാരണഗതിയിൽ അങ്ങനെയൊരു സംഘർഷ മേഖലയായി ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് സംഘർഷ മേഖലയിൽ ചെയ്യുന്നത് പോലുള്ള മുൻകൂട്ടിയുള്ള സുരക്ഷാ നടപടികൾ അവിടെ സ്വീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിതുകൊണ്ടാണ് നേരത്തെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതിരുന്നൊരു സ്ഥലത്ത് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകളിൽപ്പെട്ട സ്ഥലമല്ല ഇത്. പിന്നെ അങ്ങനെ ഇതിനു മുമ്പ് അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ പ്രദേശത്ത് വന്യജീവി സാന്നിധ്യമുണ്ട് എന്നാണ്. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അതിനും ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ മാഡത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ച് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുടുംബത്തിന് എന്തൊക്കെയാണ് സർക്കാരിൻ്റെ സഹായം ഉണ്ടാകുക? അല്ല, ഇത്തരത്തിൽ അപകട മരണത്തിലുള്ളവർക്ക് ഞങ്ങൾ ആദ്യം 5 ലക്ഷവും രേഖകൾ ഹാജരാക്കിയാൽ 5 ലക്ഷം, അങ്ങനെ 10 ലക്ഷമാണ് കൊടുക്കുക. അത് ഇവർക്ക് കൊടുക്കുക. അതിനകത്തൊന്നും ചികിത്സയുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രദേശത്താണ്. അതാണ് ഉത്കണ്ഠ. ഇത്തരം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ കൂടി ജാഗ്രത വേണമെന്നുള്ളൊരു മുന്നറിയിപ്പ് അതിൻ്റെ അകത്തുണ്ടല്ലോ. മലയോര മേഖലയാണ് നമ്മൾ പഠിക്കേണ്ടത്. മലയോര മേഖലയിലാകെ ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ്. പ്രധാനമായും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ഇത് കർഷകർ നിരന്തരം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, കാട്ടുപന്നിയുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല. പഞ്ചായത്തുകൾക്ക് അവരെ പ്രത്യക്ഷപ്പെട്ടാൽ വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാനും നടപടി സ്വീകരിക്കാനും ഉള്ള അധികാരം കുറച്ചുകൂടി ഫലപ്രദമായി അവർ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥന ഞാൻ ചെയ്യുന്നുള്ളൂ. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കില്ല. ഈ പറയുന്ന പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവർക്ക് അയൽ പഞ്ചായത്തിൽ നിന്നുമൊക്കെ ഷൂട്ടർമാരെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ആ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബഹുജനങ്ങളും സഹകരിച്ചാൽ പറ്റുക. ആ സഹകരണം വേണ്ടത്ര ശക്തിപ്പെട്ടിട്ടില്ല ഈ മേഖലയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നു എന്നാണോ? എന്നില്ല, വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഷൂട്ടർമാരുടെ അഭാവം വലിയ പല കാരണമുണ്ടാവും. കാരണങ്ങളുണ്ടെങ്കിലും ആ പ്രവൃത്തി പല സ്ഥലത്തും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് വേണമല്ലോ ഇതിൽ നിന്നും അനുമാനിക്കാൻ. അത് മനഃപൂർവ്വം ഉണ്ടായിട്ടുള്ളതായിരിക്കുമല്ലോ. അവരെ ശ്രദ്ധയിൽ ഇപ്പോൾ മറ്റവർക്ക് വിട്ട് അല്ലാതെ മുൻകൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ള പ്രദേശമായിരുന്നില്ലല്ലോ അത്. ഈ കാട്ടുപന്നികളുടെ വംശവർദ്ധന വലിയ തരത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അത് ചെറുക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും നടപടി വനവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ തന്നെ വെടിവെക്കാനുള്ള അധികാരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഹെഡ് ഓഫ് പ്രിൻസിപ്പൽ ഫോറസ്റ്റ് ഓഫീസർക്കാണ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. പക്ഷെ നമ്മളത് അത്രയും കാലതാമസം ഉണ്ടാകുന്ന ഒഴിവാക്കാനാണ് ഇത്തരം കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അടിയന്തരമായും ആ നടപടി അവരുമായി നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ അവർക്കുള്ള അധികാരം കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഏതാണ്ട് 6000-ഓളം കാട്ടുപന്നികളെ അവർ വെടിവെച്ച് കൊന്നിട്ടുണ്ട് വിവിധ പഞ്ചായത്തുകളിലായിട്ട്. അപ്പോൾ വനമേഖലയിലെ പഞ്ചായത്തുകളും തൊട്ടു ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളിലും ഈ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് ഈ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അത് പരിഹരിക്കുക, നമ്മൾ ശ്രദ്ധിക്കാൻ സാധിക്കും. കാരണം ഇതിന് ഉദ്യോഗസ്ഥന്മാരെത്തണ്ട. മറ്റ് ഏത് കാര്യത്തിനായാലും വനംവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരെത്തണമല്ലോ. ഇതിന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഉചിതമായ ആളെ വിളിച്ച് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആ കാര്യത്തിൽ നാട്ടുകാരെ സഹകരണം കൂടി ഉണ്ടായാൽ ആളെ കണ്ടെത്താനും പിടിക്കാനൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇതിപ്പം മൊകേരി പഞ്ചായത്താണ്. മൊകേരി പഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തിലും ജനജാഗ്രത സമിതികൾ കുറച്ചും കൂടി എഫക്റ്റീവായി അവിടെ അതിന് വനംവകുപ്പ് ജീവനക്കാരുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയും
തെരച്ചിലൊക്കെ നടത്താവുന്നതാണ്. അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കേണ്ട കാര്യങ്ങൾ. ഏതായാലും ആ റിപ്പോർട്ടിന് ശേഷമാണ് അതെല്ലാം സ്വീകരിക്കുക. ഏതായാലും ആ പ്രദേശത്തെ ജനങ്ങൾ ഇതുവരെ അങ്ങനെ ഉത്കണ്ഠയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ട് എന്നത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. ഒട്ടും ചെറുതായിട്ട് കാണുന്നില്ല. അത് ഇന്ന് രാവിലെ സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട തേയിലത്തോട്ടത്തിന് സമീപമാണ്. അവിടെ HMLൻ്റെയും തോട്ടവും പള്ളിവക സ്ഥലവും ചേരുന്ന സ്ഥലത്താണ് ഉള്ള വേലിയിലാണ് ഇത് കുടുങ്ങിക്കിടക്കുന്നത്. ഇനി അതിനെ എന്തു ചെയ്യണമെന്നതാണ്. അതിൽ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതവിടുത്തെ അനിവാര്യമായ സാഹചര്യം എന്താണോ ആ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പുലിയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ അന്വേഷണ പരിശോധന സംവിധാനവും കുറേ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ ശ്രമങ്ങളും ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ ഒരു അതിർത്തിയാണ്. ഒന്ന് തോട്ടാണ്, മറ്റേത് ഒരു പള്ളിവക സ്ഥലത്തിൻ്റെ അതിർത്തിയാണ്. ആ അതിർത്തിയിൽ കെട്ടിയ വേലിയിലാണെന്നാണ് ഇപ്പം പ്രാഥമികമായി മനസ്സിലാക്കിയത്. ഡീറ്റെയിൽസ് വന്നിട്ടില്ല, പ്രാഥമിക തന്നെയാണ്. പക്ഷേ എന്തായാലും ഇനി അത് കുടുങ്ങിയ സ്ഥിതിക്ക് അതിനെ പിടിച്ചു കൊണ്ടുപോവുകയോ മയക്കുപിടി വെച്ച് പിടിച്ചു കൊണ്ടുപോകേണ്ടി വരും. അത് ഒന്നുകിൽ നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ഉൾവനത്തിലോ കൊണ്ടുവിടാനുള്ള 2 ഓപ്ഷനാണുള്ളത്. ഇതേതാണ് ഏറ്റവും പ്രായോഗികവും സുരക്ഷിതവും എന്ന് നോക്കി അത് ചെയ്യാനാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അതിന് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാകാതെ ഇതിപ്പോൾ ഒറ്റ നോട്ടത്തിലാണല്ലോ. ഒറ്റ നോട്ടത്തിലൊന്നും പറഞ്ഞില്ല. അല്ല, അത് അവിടുത്തെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച്, പ്രത്യേകിച്ച് ഇന്നതേ ചെയ്യാവൂ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു നിബന്ധന വെച്ച് നിർദ്ദേശം കൊടുക്കുന്നത് ശരിയല്ല. ആ പ്രദേശത്ത് ഏറ്റവും ഉചിതമായ തൃപ്തികരമായ നടപടി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്.